ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല നല്ല പണികളൊക്കെ വളരെ എളുപ്പമാക്കി തരുന്ന കുറേ നല്ല നല്ല ടിപ്സുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൺ എന്ന ബെല്ലൈക്കോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കുപ്പിയാണ്. നമുക്ക് കുപ്പിയൊക്കെ ചില സമയത്ത് നമുക്ക് ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ നമുക്ക് കൈയിട്ട് കഴിയാലേ നമുക്ക് നല്ല വൃത്തിയായിട്ട് അത് കഴുകിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൈ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ അത് അതിൻ്റെ ഉൾവശത്ത് നന്നായിട്ട് കൈ ഇടാൻ പറ്റുന്നുണ്ടാവില്ല, ഇത് ഇടുങ്ങിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്പഞ്ചിൻ്റെ സ്ക്രബറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്പഞ്ച് സ്ക്രബർ ചെറിയ പീസായിട്ട് വെട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ സ്പഞ്ചിൻ്റെ പാർട്ട് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. പിച്ചാത്തി ഉപയോഗിച്ച് തന്നെയാണ് വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ ചെറിയ പീസ് 4-5 പാർട്ടായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ സ്പഞ്ചിൻ്റെ പാർട്ട് മാത്രമേ അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു പേനയാണ് എടുത്തിരിക്കുന്നത്. നല്ല കളറായിട്ടുള്ള നല്ല ബലമുള്ള ഒരു പേനയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന എന്ത് സാധനം വേണേലും എടുക്കാവുന്നതാണ്. ആ സ്ക്രബർ അപ്പോൾ പേനയിൽ ചുറ്റി കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇതിൽ കാണുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ കുപ്പി, ഏത് കുപ്പിയാണ് നമ്മൾ കഴുകാനായിട്ടുള്ളത്, ആ കുപ്പിക്കകത്തോട്ട് അതിൻ്റെ വായിലൂടെ അകത്തോട്ടാക്കിയിട്ട് നമുക്ക് നമ്മൾ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഏതാണോ ഉപയോഗിച്ച് നമുക്കത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ബേസ് വരെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബേസ് വരെ ഇതുകൊണ്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ കൈ ഇടുമ്പോൾ നമ്മുടെ കൈ അതിൻ്റെ ബേസ് വരെ എത്തത്തുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് നീളമുള്ള തവിയുടെ പിടിയിൽ വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ടിപ്പ്, ഇതുപോലൊരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൂചി നൂലും സൂക്ഷിച്ച് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ രീതിയിലായിരിക്കും സൂചി നൂലും നമ്മൾ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നൂലെടുക്കേണ്ടി വരുമ്പോൾ സൂചി നമ്മൾ താഴോട്ട് എവിടെയെങ്കിലും വെക്കും. അപ്പം പിന്നീട് അത് എടുക്കാനായിട്ടും ചിലപ്പോൾ കാണാതെ പോകും. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ബോക്സിൻ്റെ ടോപ്പിലുള്ള കവറിൻ്റെ ഇൻസൈഡിലായിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ സൂചി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരുന്നോളും, താഴെ പോകത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ നൂലയിൽ തന്നെ നമ്മൾ ആ സൂചി വെക്കുന്നതായിരിക്കും. അപ്പോൾ നൂലെടുക്കുമ്പോൾ നമ്മൾ സൂചി എവിടെയെങ്കിലും വെച്ചിട്ട് അതങ്ങ് സൂചി കാണാതെ തപ്പി നടക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ രീതി നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിലല്ലെങ്കിൽ നമുക്ക് വേറെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിയായിട്ടുള്ള പേന കാണും. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് റീഫില്ലർ മാറ്റിയിട്ടാൽ നമുക്ക് റീഫില്ലർ മേടിക്കാൻ കിട്ടും. അത് മാറ്റിയിട്ടാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നമുക്കത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെറിയേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ റീഫില്ലർ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ആ പേനയ്ക്കകത്ത് നമുക്ക് സൂചിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പേനയിൽ നമ്മൾ സൂചി സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ആ പേനയിൽ നമ്മൾ റീഫില്ലർ വരുന്ന സ്ഥലത്ത് ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഹോളൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അവിടോട്ട് ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റേ അറ്റത്തൂടെ ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി അതിലൂടെ ഉള്ളിലോട്ടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൽ കാണുന്ന പോലെ നമുക്ക് സൂചിയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത് ഒരു ബോക്സിനകത്ത് പേന വെക്കുന്ന തരത്തിൽ വലിപ്പമുള്ള ഒരു ബോക്സിനകത്ത് ഇട്ട് കൊടുത്ത് അതിനകത്ത് നൂലും ഇട്ട് കൊടുത്ത് നമുക്ക് അങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്.
അടുത്ത മൂന്നാമത്തെ ടിപ്പ്, വീട്ടമ്മമാരായിട്ടുള്ള എല്ലാവരും പച്ചമുളക് ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കൈ നീറ്റിൽ അനുഭവപ്പെടാറുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കൈ നീറാറുണ്ട്. ആ നീറുന്ന സമയത്ത് ഒരു കൈ മൊത്തം പരന്ന് കിടന്നങ്ങ് നീറുമല്ല, ഒരു ലൈനായിട്ട് ഇങ്ങനെ റെഡിഷായിട്ട് കാണാം. ആ ആ ഭാഗത്ത് ഭയങ്കര നീറ്റിലായിരിക്കും. എന്ത് ചെയ്താലും അത് മാറത്തില്ല. അപ്പോൾ ഞാൻ ചെയ്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഒന്നിൽ നല്ല തണുത്ത കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ തണുത്ത കഞ്ഞിവെള്ളത്തിൽ, ചൂടല്ല, നല്ല തണുത്ത കഞ്ഞിവെള്ളം വേണം, അതിൽ കൈ മുക്കി വെക്കാറുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ അതൊന്ന് കുറഞ്ഞ് കിട്ടാറുണ്ട്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മൾ തൂക്കും. പക്ഷേ അതൊന്നും വെളിച്ചെണ്ണ തൂക്കുമ്പോൾ അത്ര എഫക്റ്റീവായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ കയ്യിലോട്ട് ഒന്ന് വീണ് കിട്ടിയാൽ മതി. ആ സെക്കൻഡിൽ തന്നെ ആ നീറ്റിൽ മാറി കിട്ടുന്ന ഒരു ടിപ്പാണ്, വിനീഗർ ഉണ്ടെങ്കിൽ ആ വിനീഗർ ഒരു സ്പൂൺ, ഒരു തുള്ളി എടുത്ത് നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ സെക്കൻഡിൽ തന്നെ ആ നീറ്റിൽ അവിടെ മാറും. ഈ ടിപ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അടുത്ത നാലാമത്തെ ടിപ്പ്, നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കവറുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വെറുതെ ഒന്ന് ചിലപ്പോൾ മടക്കി വെക്കാറുണ്ട്, ചിലപ്പോൾ 4ആയിട്ട് മടക്കി വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് വേണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനന്നെ അധികം സ്പേസ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ ചെയ്ത പോലെ നല്ല നീറ്റായിട്ട് അത് എടുക്കുക. നീറ്റായിട്ട് എടുത്തിട്ട് അത് നടുവേ ഒന്ന് രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് അതിൻ്റെ കൈയുടെ പാട്ട് വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് മടക്കുക, ഉള്ളിലോട്ടൊന്ന് മടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ട്രയാങ്കിൾ രീതിയിൽ മടക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ മടക്കി എടുക്കുമ്പോൾ നമ്മൾ അതിൽ ഒട്ടും എയർ ഇല്ലാതെ വേണം നമ്മൾ മടക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കുമ്പോൾ നമ്മൾ എത്ര വലുപ്പത്തിലാണോ ആ ട്രാങ്കിൾ മടക്കി എടുക്കുന്നത്, ആ രീതിയിൽ വരുമ്പോൾ അതനുസരിച്ചായിരിക്കും ആ എൻഡിലെ നമുക്ക് ആ ടിപ്പ് നമുക്ക് മടക്കി ഉള്ളിലോട്ടാക്കാൻ കിട്ടുന്നത്. കണ്ടോ, ഞാനിവിടെ മടക്കി വന്നപ്പോൾ എയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് തന്നെ എയർ കളഞ്ഞിട്ട് വേണം ഇങ്ങനെ മടക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ മടക്കിയെടുത്ത് ഒരു ട്രയാങ്കിൾ രീതി തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കാലിയായിട്ടുള്ള ഒരു ബോക്സിനകത്തോ കുപ്പിക്കകത്തോ ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കാലിയായിട്ടുള്ള ടിഷ്യൂവിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയ ഒരു കവറും മടക്കി എടുത്തായിരുന്നു. അപ്പോൾ വലുത് ചെറുതല്ല, നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാവുന്നതാണ്. 50 പൈസയുടെ കവറ് നമുക്ക് സെപ്പറേറ്റ് ചെറിയൊരു ട്രയാങ്കിളായിട്ട് കിട്ടി ഒരു ടിഷ്യൂ ബോക്സിനകത്തും, വലിയതായിട്ട് കിട്ടിയിരിക്കുന്നത് വേറെ ടിഷ്യൂ ബോക്സിനകത്തും ഇട്ട് കൊടുത്ത്, അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വേണ്ടിയത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ ടിപ്പെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക, അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽ ഐക്കണോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.